ഇറാന്റെ യുദ്ധവിമാനം പാകിസ്ഥാൻ ഒളിപ്പിച്ചു എന്ന് പുതിയ വിവാദവുമായി അമേരിക്ക ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഏറെക്കുറെ ധാരണയായിരിക്കുന്ന സമയത്താണ് RC-130 എന്ന രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്ന ഇറാന്റെ യുദ്ധവിമാനം റാവൽപിണ്ടിക്കടുത്ത് മൂർഖാൻ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത്. ഇത് ഇപ്പോൾ ആ ഭാഗത്തുണ്ട് എന്ന് പറയുന്നു. ഇതിൻ്റെ ചിത്രങ്ങളാണ്, സാറ്റലൈറ്റ് ചിത്രങ്ങളോ മറ്റോ പുറത്തു വന്നതോടുകൂടി വലിയ വിവാദമായിട്ട് മാറിയിരിക്കുകയാണ് ഈ വിഷയം. അമേരിക്ക പറയുന്ന കാര്യം, ഒരേ സമയത്ത് രണ്ട് നിലപാട് പറ്റില്ല. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ശത്രുവായിരിക്കുന്ന ഇറാൻ്റെ യുദ്ധവിമാനങ്ങൾ ഒളിപ്പിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന രണ്ട് പ്രവർത്തനങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ളതാണ്. മേഖലയിൽ ഇത് ഒളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ വിവാദം മറ്റൊരു തലത്തിലേക്കാണ്. അമേരിക്കയുടെ ഇറാൻ്റെ വളരെ പ്രധാനപ്പെട്ട പല യുദ്ധവിമാനങ്ങളും രാജ്യത്തിപ്പോൾ ഇല്ല. മറ്റ് പല രാജ്യങ്ങളിലും സുരക്ഷിതമായ രീതിയിൽ ലാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഉദാഹരണം പറയുന്നുണ്ട്. ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട സമയത്ത്, അതായത് ഇറാഖ് അമേരിക്കൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സമയത്ത് ഇറാഖിൻ്റെ വിമാനം ഇറാനിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരവും സാഹചര്യങ്ങൾ നൽകിയിരുന്നു. അത് ഇറാഖ് ആവശ്യപ്പെട്ടാണ്, സദ്ദാം ഹുസൈൻ ആവശ്യപ്പെട്ടാണ് തങ്ങളുടെ വിമാനം തകർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറാനിൽ സുരക്ഷമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് തങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു ഘട്ടത്തിൽ സഹായം നൽകുകയും ഒരുപാട് ഡസൻ കണക്കിന് വിമാനങ്ങൾ എന്നാണ് പറയുന്നത്, അത് ഇറാഖിൻ്റേത് ഇറാനിൽ അത് ലാൻഡ് ചെയ്യുകയും ചെയ്തു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, ഇറാൻ്റേത് പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നത്. അതോടുകൂടി മധ്യസ്ഥ ചർച്ചയ്ക്ക് പങ്കാളിത്തം വഹിക്കുന്ന പാകിസ്ഥാനെ സംശയത്തോടു കൂടിയാണ് നോക്കുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ടും പുറത്തു വന്നു. എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രതികരിച്ചിട്ടില്ല, ഔദ്യോഗികമായ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇത് ഈ അമേരിക്കക്കകത്ത് വലിയ രീതിയിൽ ചർച്ച വന്നിരിക്കുന്നു. അമേരിക്കൻ കോൺഗ്രസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഡെമോക്രാറ്റുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. അത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, രണ്ട് റോൾ എടുക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു മധ്യസ്ഥതയ്ക്ക് പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് പാർട്ടിയും സമാനമായിരിക്കുന്ന രീതിയിൽ തന്നെ പ്രതികരിച്ചു. ഭരണപക്ഷവും പ്രതിപക്ഷവും തുല്യമായ രീതിയിൽ ഇറാനും പാകിസ്ഥാനും നമ്മളെ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഏത് തരത്തിലുള്ള പ്രകോപനം അമേരിക്ക സൃഷ്ടിച്ചാലും തങ്ങൾ ശക്തമായി തിരിച്ചടിക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു എന്ന് ഈ ഇറാൻ്റെ സ്പീക്കർ മുഹമ്മദ് ബക്കർ കാലിബാഗ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീക്കുപോക്കൾ ചെയ്തിട്ട് പ്രശ്നം തീർക്കാൻ നോക്കുക എന്നല്ലാതെ ഇറാനെ സംബന്ധിച്ചിടത്തോളം കീഴടങ്ങുന്ന ഒരു പ്രവൃത്തികളൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. അതോടനുബന്ധിച്ചിട്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന വന്ന് IRGC രഹസ്യമായ രീതിയിൽ ചൈനയിലേക്ക് എണ്ണ കടത്തുന്നുണ്ട്. ആയതിനാൽ 12 വ്യക്തികൾക്കും 6-ലധികം അതിൻ്റെ സംഘങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രഖ്യാപനമാണ് പുറത്തു വന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപരോധം ഏർപ്പെടുത്തിയ കാരണത്താൽ അമേരിക്കയ്ക്ക് വരാനോ സാമ്പത്തികപരമായിരിക്കുന്ന ഇടപാടുകൾ നടത്താനോ അന്താരാഷ്ട്ര തലത്തിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാനോ സാധിക്കാത്ത വിധമുള്ള ഒരു ഉത്തരവാണ്. 12 വ്യക്തികളും 12ന് തുല്യമായിരിക്കുന്ന 6-ലധികം സ്ഥാപനങ്ങളും എന്നാണ് അതിൽ പറയാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ പറയുന്ന രണ്ടാമത് IRGCയുടെ സാമ്പത്തിക ആസ്തി തകർക്കാൻ സഹായിക്കുന്ന വ്യക്തികൾക്ക് $15 ദശലക്ഷം ഇനാം പ്രഖ്യാപിച്ചു. ഏകദേശം 128 കോടി രൂപയാണ്. അപ്പോൾ ഈ IRGCയുടെ കൈവശത്തിൽ ഇഷ്ടം പോലെ സാമ്പത്തികമുണ്ട്. എങ്ങനെ വന്നു ചേർന്നു എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകണം. വിവരം നൽകുന്നവർക്കാണ് ഇത്ര വലിയ സാമ്പത്തിക പ്രഖ്യാപനം നടത്തിയത്. വെടിനിർത്തൽ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അത് പരസായത്തോടു കൂടി നിൽക്കുന്നു എന്നല്ലാതെ അതൊരു ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല. ഇറാൻ മുന്നോട്ട് വെക്കപ്പെട്ട അവരുടേതായിരിക്കുന്ന നിർദ്ദേശങ്ങൾ ട്രംപ് അപ്പാടെ തള്ളി. ഇത് നിലനിൽക്കുന്ന കാര്യം, ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. എന്താ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്ത പ്രധാനമായിരിക്കുന്ന കാര്യം, അടിസ്ഥാനമായിരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങളില്ലാതെ തുടരുകയാണ്. ഒന്ന്, ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട അധികാരമാണ്. അധികാരം ഇറാൻ്റേതാണ്, അത് വിട്ടുതരില്ല എന്ന് അവർ വിട്ടുകൊടുക്കണമെന്ന് അമേരിക്കയും. രണ്ടാമത് സമ്പത്ത് യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് പൂർണ്ണമായ രീതിയിൽ IRGCയുടെ നേതൃത്വത്തിൽ അമേരിക്കയെ ഏൽപ്പിക്കണമെന്ന്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഹോർമുസിലുള്ള അമേരിക്കയുടെ ഉപരോധം പിൻവലിക്കണമെന്ന് ഇറാനും. അപ്പോൾ അടിസ്ഥാനമായിരിക്കുന്ന വിഷയത്തിൽ തന്നെ ഒരു രൂപത്തിലെത്താതെക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ യുദ്ധത്തിന് പരിഹാരം ഉണ്ടാവുക? ഇറാനെതിരെ ശക്തമായിരിക്കുന്ന സൈനിക നടപടി ആരംഭിക്കാൻ വേണ്ടി ആലോചിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. ഞങ്ങളിപ്പോൾ തയ്യാറാണ് എന്നുള്ളത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ അതിന് മറുപടി പറഞ്ഞു. ട്രൂത്ത് സോഷ്യലിൽ ഇദ്ദേഹം പറയുന്ന സമയത്ത് എക്സിൻ്റെ ഉപയോഗിച്ചുകൊണ്ട്
ഇറാനും പറയുന്നു എന്നുള്ളതാണ്. ഇറാൻ്റെ നിർദ്ദേശം ഒരു വില കൽപ്പിക്കാത്ത കടലാസിൻ്റെ കഷ്ണം മാത്രമായിട്ടാണ് താൻ കാണുന്നത് എന്നുള്ളതാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞത്. അത്രത്തോളം അതിന് വില അമേരിക്കയുടെ തങ്ങൾ കാണുന്നില്ല എന്ന് തങ്ങൾ തെളിയിച്ചിരിക്കുന്നു, തങ്ങളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്നുള്ളത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ കാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പം നിലനിൽക്കുന്ന അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഭയാനകരമായിരിക്കുന്ന തിരിച്ചടിക്കുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഇറാൻ ഒരുക്കിയിരിക്കുന്നു. പിന്നെ അമേരിക്കയുടെ മുൻപിൽ മുട്ടുമടക്കില്ല എന്നുള്ളത് ആവർത്തനം അത് മുജ്തബ അലി ഖംനായി ആത്മീയ നേതാവാണ് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് കീഴടങ്ങുന്ന ഒരു രീതി സാധാരണഗതിയിൽ ഇറാൻ ഉണ്ടായിട്ടില്ല. അത് പേർഷ്യൻ സാമ്രാജ്യം ഉള്ള കാലത്തുമില്ല. പിന്നെ അത് അതിൻ്റെതായ രീതിയിൽ തുടരും. മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഒരുപാട് നേതാക്കന്മാരും ആത്മീയ നേതാക്കന്മാരും സൈനിക മേധാവികളും മരിച്ചു തീർന്ന ഒരു ഭൂമിയാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന സമയത്ത് പേടിക്കുകയാണെങ്കിൽ വരും തലമുറ പോലും പേടിച്ച് ജീവിക്കേണ്ടി വരും. അതിന് അനുവദിക്കില്ല എന്നുള്ളതാണ് മുജ്തബ അലി ഖംനായുടെ പ്രതികരണം. മിഡിൽ ഈസ്റ്റിൻ്റെ മിഡിൽ ഈസ്റ്റ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് ഈ അമേരിക്ക പറയുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല അപ്പാടെ യുദ്ധത്തിലാണ്. അവരാണെങ്കിൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നില്ല, ഇവരാണെങ്കിൽ അങ്ങോട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. അമേരിക്ക തുടങ്ങി വെച്ചിരിക്കുന്ന വിഷയത്തിന് തിരിച്ചടി എല്ലാ സമയത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ് എന്ന് ചുരുക്കം. ഈ അമേരിക്കയുടെ മീറ്റിംഗ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിരിക്കുന്ന ഒരു മീറ്റിംഗ് കഴിഞ്ഞ പ്രാവശ്യം വാഷിങ്ടണിൽ വെച്ച് കൂടിയിരുന്നു. അത് ഇവിടെ സന്ദർശിക്കുന്നതിന് മുമ്പാണ്. ചൈന സന്ദർശനം ഇപ്പോൾ നാളെ ആരംഭിക്കുന്നതിന് മുമ്പ് ഏറെക്കുറെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ഏകോപനം ഉണ്ടാക്കാനുള്ള മീറ്റിംഗ് പരാജയപ്പെട്ടു. വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളാണ് നേതാക്കന്മാർ മുഴുവൻ, ഭരണാധികാരികൾ, സൈനിക മേധാവികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരെയും സംയുക്തമായി വിളിച്ചു ചേർത്തിരിക്കുന്ന അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗാണ് വാഷിങ്ടൺ DC വെച്ചിട്ട് നടന്നതിൽ അതിന് ഏകോപനം എത്തിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടരണമെന്ന അഭിപ്രായമുണ്ട്, യുദ്ധം തുടരേണ്ടെന്ന അഭിപ്രായമുണ്ട്. ഈ തോൽക്കുകയാണെങ്കിൽ പോലും യുദ്ധം അവസാനിപ്പിച്ച് പിന്മാറണം. നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കുകൾ മാത്രമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടതിൻ്റെ ശേഷം അമേരിക്കക്കുണ്ടായത്. എന്തിനാണ് ഇങ്ങനെ മാനക്കേടിന് നിൽക്കേണ്ട കാര്യം? നമുക്ക് പിരിഞ്ഞു പോകാം, എന്തെങ്കിലും കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് പിരിഞ്ഞു പോരാം എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അപ്പോൾ 3-ലധികം അഭിപ്രായങ്ങളാണ് ഒരേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. സാധാരണഗതിയിൽ അമേരിക്ക ഒരു രാജ്യവുമായിട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം അഭിപ്രായങ്ങൾ ഉണ്ടാവാറില്ല. ഒരു അഭിപ്രായത്തോടെ എല്ലാവരും പിന്തുണക്കുക. ഇന്ന് ഡൊണാൾഡ് ട്രംപിനെ ചോദ്യം ചെയ്യാനാണ് എല്ലാ ആളുകൾക്കും വലിയ താല്പര്യം. ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നത് വല്ലാത്ത രീതിയിലുള്ള മാനസിക പ്രയാസം ട്രംപിന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ധന വില കൂടുന്നതും ആഗോള വിപണിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഡൊണാൾഡ് ട്രംപാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു. നിങ്ങളാണ് യുദ്ധം തുടങ്ങിയത്, നിങ്ങളാണ് അവസാനിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം, അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ലോകം മുഴുവൻ അനുഭവിക്കുകയാണ്. നിങ്ങൾ മാത്രമല്ല അത് അനുഭവിക്കുന്നത്. ഇവിടെ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങി 5 കൊല്ലമായി. മറ്റ് ലോക രാജ്യങ്ങൾക്ക് അത് പ്രശ്നമില്ല. എണ്ണവില കൂടുന്നില്ല, അന്താരാഷ്ട്ര വിപണിയെ അത് ബാധിക്കുന്നില്ല. ആ 2 രാജ്യങ്ങളിൽ സൈനികർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നു. കുറേ പ്രദേശം റഷ്യ പിടിച്ചെടുക്കുന്നു, ചില പ്രദേശം തിരിച്ച് ഉക്രൈൻ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അത് 5 വർഷമായി. ഇത് യുദ്ധം തുടങ്ങി 2 മാസം പോലും തികഞ്ഞിട്ടില്ല. യുദ്ധം തുടങ്ങി ആദ്യത്തെ ആഴ്ച തന്നെ അതിൻ്റെ പ്രയാസ ബുദ്ധിമുട്ടുകൾ ലോകം അനുഭവിച്ചു തുടങ്ങി. അതിന് ഉത്തരവാദി ഡൊണാൾഡ് ട്രംപാണ് എന്ന് ചുരുക്കം. അമേരിക്കൻ കോൺഗ്രസിന് അനുമതി ഇല്ലാതെ തുടരുന്ന യുദ്ധത്തെ തങ്ങൾ എതിർക്കുമെന്നാണ് ഭരണപക്ഷം ഇപ്പോൾ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കൂട്ടിയിരിക്കുന്ന അമേരിക്കൻ കോൺഗ്രസിൽ ട്രംപ് ഒരു കളവ് പറഞ്ഞു. യുദ്ധം വെടിനിർത്തലാണല്ലോ, യുദ്ധം നിലവിലില്ലല്ലോ എന്ന്. യുദ്ധം നിലവിലില്ലെങ്കിൽ പിന്നെ യുദ്ധ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ കോൺഗ്രസിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത്. അത് അവസാനിപ്പിക്കണം. അത് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. ഏത് തരത്തിലുള്ള ഭീഷണി വെച്ചാലും, ഏത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ട് എന്ന് പറഞ്ഞാലും, എത്ര വലിയ ശക്തമായിരിക്കുന്ന ആയുധം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. കാര്യം അവരിപ്പോഴും പുറത്തിറക്കാത്ത ഭയാനകരമായിരിക്കുന്ന പ്രേരശേഷി കൂടുതലുള്ള ആയുധത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ സുരക്ഷിതമായ രീതിയിൽ അവരുടെ ഏതോ പർവ്വതത്തിൻ്റെ തായ്വാരത്ത് ഉറങ്ങുന്നു. അതാണ് ഏറ്റവും വലിയ വിഷയം. അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് എങ്ങനെയുള്ളതാണ് സാധിച്ചിട്ടില്ല. അത് പരസ്യമായ രീതിയിൽ പബ്ലിക്കായിട്ട് അവർ പ്രദർശിപ്പിച്ചിട്ടുമില്ല. അത്തരം ആയുധങ്ങൾ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. അത് പല ഘട്ടങ്ങളിലായി അമേരിക്കയുടെ വ്യോമ മേധാവികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധ രംഗത്ത് ഞങ്ങൾക്ക് അവരെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് ഒരു ദിവസം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു സമയം ഉപയോഗിക്കുന്ന ആയുധങ്ങളല്ല 2ാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഒരു സമയം പ്രേരശേഷി കൂടുതലാണെങ്കിൽ ആ പ്രേരശേഷിക്ക് അനുസരിച്ചുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കുമ്പോൾ ഞങ്ങൾ പ്രതിരോധം പോലും തകർക്കുന്ന രീതിയിലാണ് അടുത്ത പ്രാവശ്യത്തെ മിസൈൽ വരുന്നത്. ഇത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്കത് മനസ്സിലായത്.
അപ്പോൾ നമ്മളുടെ പ്രേരശേഷി എത്രത്തോളം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാകുന്നതാണ് ശത്രുവിൻ്റെ ഏറ്റവും വലിയ വിജയം, നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അയൺ ഡോം തകർക്കാനുള്ള കാരണം അയൺ ഡോമിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക സംവിധാന കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ബോധ്യം യഥാർത്ഥത്തിൽ ഇറാനുണ്ട്. ഇറാൻ അത് ചോർത്താൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ട് അതിന് തകർക്കാൻ പറ്റുന്ന മിസൈൽ സംവിധാനം ഇവരുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേലിനെ മൂലക്കലാക്കാനും വേണ്ടി സാധിച്ചു. ഈ ഒരു പ്രയാസം കൂടി യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആര് പറയുന്നത്, അമേരിക്കയുടെ കോൺഗ്രസിൽപ്പെട്ട ആളുകൾ പറഞ്ഞ് ജയിക്കാത്ത ഒരു യുദ്ധ മുനമ്പിൽ നിന്ന് കഷ്ടപ്പെടാൻ വേണ്ടി സൈനികരെ വിട്ടുകൊടുക്കുന്നതിന് പകരം യുദ്ധവിരാമം ഉണ്ടാക്കി പതുക്കെ പിന്മാറണം എന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.